ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ് ബ്യൂട്ടി വേഡ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് കൈയൊക്കെ ഇങ്ങനെ വെച്ച് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കൈ വേറൊന്നുമല്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എപ്പോഴും ഞാൻ എൻ്റെ ഫേസിലല്ലേ ചെയ്ത് കാണിക്കാറുള്ളത്, അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ ബിഫോറുള്ള റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരു നല്ലൊരു പാക്കാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. പാക്ക് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഒരു സ്ക്രബും കൂടി ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡി ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കയ്യിലും കഴുത്തിലും ഒക്കെ ഉണ്ടാകുന്ന കറുപ്പിനെയൊക്കെ റിമൂവ് ചെയ്യാനും, നമ്മുടെ കണ്ണിനടിയിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ നമുക്ക് നന്നായിട്ട്, അതായത് നമ്മുടെ ഫേസിലായിരുന്നാലും കഴുത്തിലായിരുന്നാലും കയ്യിലൊക്കെ ആയിരുന്നാലും സൺടാൻ കാരണം കറുത്ത് കരുവാളിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു അടിപൊളി ഹോം റെമഡി ആയിട്ടുള്ളൊരു പാക്ക് തന്നെയാണ് ഇത്. എനിക്ക് ശരിക്കും സത്യത്തിൽ ഞാൻ ഇന്ന് ഹാപ്പിയാണ്. കാരണം എൻ്റെ കൈക്ക് ഇത്രയും റിസൾട്ട് വന്നപ്പോൾ ഞാൻ തന്നെ ശരിക്കും എനിക്ക് തന്നെ പറയാതിരിക്കാൻ വയ്യ, അത്രത്തോളം റിസൾട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പാക്ക് എങ്ങനെയാണ് റെഡി ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുളിയാണ്, അതായത് വാളം പുളി. നമ്മുടെ കറിക്കൊക്കെ നമ്മുടെ അതേപോലെ ഫിഷിനൊക്കെ നമുക്ക് വെക്കാനൊക്കെ നമ്മൾ ഫിഷിന് അതുപോലെ തന്നെ സാമ്പാറിനൊക്കെ നമ്മൾ പുളി ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ ആ കറിക്ക് ഉപയോഗിക്കുന്ന പുളി തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ ഇതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കുറച്ച് മുന്നേ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇത് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുതിർത്ത് നന്നായിട്ട് അതിനെ നമ്മൾ ഞെരടിയെടുത്ത് അതിൻ്റെ ആ ജ്യൂസ് നമ്മൾ സെപ്പറേറ്റ് ആക്കുമല്ലോ, അതിന് വേണ്ടി ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ, കുറച്ച് വെള്ളം ഒഴിച്ചത് നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ആ പുളിയുടെ ജ്യൂസാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഇത് റെഡി ചെയ്ത് വെക്കാമെന്നോ എന്ന് ചോദിക്കുന്നവർക്ക് ഇത് നേരത്തെ റെഡി ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പോൾ ഈ പുളി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ വൈറ്റനിങ്, അതായത് ലൈറ്റനിങ് ഒക്കെ, ഡാർക്ക്നെസ് മാറ്റി നല്ല ലൈറ്റനിങ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ഹോം റെമഡിയാണ് പുളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് ഈ പുളി എന്ന് പറയുന്നത്, വാളൻ പുളിയാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ടാനിനെയൊക്കെ റിമൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വേറൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് മസൂർ ദാലാണ്. മസൂർ ദാൽ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ചുമന്ന പരിപ്പാണ്. അപ്പോൾ ചുമന്ന പരിപ്പ് ഞാൻ പൗഡറാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, മസൂർ ദാൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുമന്ന പരിപ്പാണ്, നമുക്കിത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ്. അതിലേക്ക് ഞാനൊരു 3 സ്പൂണ് കണക്കാക്കി പുളി, നമ്മുടെ നന്നായിട്ട് ജ്യൂസ് ആക്കിയിട്ടുള്ള ആ പുളിയാണ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ കണക്കാക്കിയുള്ള ലെമൺ ജ്യൂസ് എടുത്താൽ മതിയാകും. അപ്പോൾ ഇതിനെ നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മസൂർ ദാൽ എന്ന് പറയുന്നത് നല്ല പൗഡർ ഫോമിങ് ഉള്ളതല്ല, കാരണം അതിലൊരു ചെറിയൊരു തരിതരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് സ്ക്രബിങ്ങിന് യൂസ് ചെയ്യാം. പിന്നെ മസൂർ ദാൽ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ റൈസ് ഫ്ലവർ യൂസ് ചെയ്യാം. അപ്പോൾ അതും പറ്റില്ല എന്നുള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ കൂരവ് പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ ഓട്സ് നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് മാത്രമല്ല, ഒരു ബ്ലീച്ച് കണ്ടൻറ്റും കൂടിയാണ് വരുന്നത്. അപ്പോൾ നാരങ്ങ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബ്ലീച്ച് കണ്ടൻറ്റും കൂടിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ബ്ലീച്ച് എഫക്റ്റ് കിട്ടാനും, അതുപോലെ തന്നെ ഒരു സ്ക്രബ് ചെയ്ത് നമ്മുടെ ആ സ്കിന്നിലുണ്ടാകുന്ന പോർസിനെയൊക്കെ ഓപ്പൺ ചെയ്ത് നന്നായിട്ട് ആ ഡാർക്ക്നെസ്സിനെയൊക്കെ റിമൂവ് ചെയ്ത് ഡെഡ് സ്കിന്നിനെയൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കഴുത്തിലായിരുന്നാലും ഇതേ പ്രോസസ്സ് തന്നെയാണ്. നമ്മുടെ കൈയൊന്ന് ആദ്യം നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മുടെ ഈ സ്ക്രബിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഇച്ചിരി നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്യുക. നമ്മുടെ ഫേസിൽ മാത്രമാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് സോഫ്റ്റാക്കി ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ ഇച്ചിരി ഹാർഡാണല്ലോ, അതുകൊണ്ട് ഇച്ചിരി നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ കൈയുടെ കുഴയുടെ സൈഡിൽ ചെറുതായിട്ടൊരു ഡാർക്ക്നെസ് ഉണ്ട്. പിന്നെ എൻ്റെ കൈ എന്ന് പറയുന്നത് എല്ലാവരുടെ കൈയേക്കാളും നല്ല ഇച്ചിരി വണ്ണം കൂടിയ ഒരു കൈയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ എങ്ങനെയാണെന്ന്. ഇപ്പോഴൊക്കെയാണ് ഇച്ചിരിയൊക്കെ മാറ്റമുള്ളത്, നേരത്തേക്ക് ഇതിനേക്കാളും നല്ല ഡാർക്ക്നെസ് ഒക്കെ തോന്നി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്ക്രബ് കഴിഞ്ഞപ്പോൾ തന്നെ എത്ര നല്ല റിസൾട്ട് ഉണ്ടല്ലേ. അപ്പോൾ ഇനി അതിന് നമുക്ക് നെക്സ്റ്റ് ഒരു പാക്കാണ് നമുക്ക് റെഡി ചെയ്യേണ്ടത്. അപ്പോൾ പാക്കിന് വേണ്ടിയിട്ട് ഞാൻ എഗ് വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു എഗ്
വെയിറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന മുൾത്താണി മിട്ടിയാണ്. അപ്പം മുൾത്താനി മിട്ടി ഞാൻ 1 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ലിക്വറൈസ് പൗഡറാണ്, ഇരട്ടി മധുരത്തിൻ്റെ പൗഡറാണ് ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്തത്. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. കട്ടിയുള്ള തൈര്, ഞാൻ വീട്ടിൽ തന്നെ റെഡി ചെയ്ത തൈര് തന്നെയാണ്. പിന്നെ അതിലേക്ക് ഒരു വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മുട്ട പറ്റാത്തവർക്ക് വേണമെങ്കിൽ മുട്ട അവോയ്ഡ് ചെയ്യാം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ചെറിയ ചുളിവൊക്കെ ഉള്ളത് കാരണമാണ് ഞാൻ മുട്ട ആഡ് ചെയ്തത്. അപ്പോൾ മുട്ട വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുൾത്താണി മിട്ടിയും ലിക്വറൈസ് പൗഡറും അതുപോലെ തന്നെ തൈരും വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടെ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളം ഉള്ളത് കാരണം അത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നമ്മുടെ പാക്ക് നല്ല സ്മൂത്തി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഈ പാക്ക് മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ റെഡി ചെയ്ത് വെച്ചിട്ട് ചെയ്യാമോ എന്ന് ചോദിക്കും. അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ആവശ്യത്തിന് അപ്പോഴെടുത്ത് പാക്ക് റെഡി ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവ് എന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ പാക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ പാക്ക് നമുക്കിപ്പോൾ കയ്യിലൊന്ന് പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 15-20 മിനിറ്റ്, അതായത് അത് ഡ്രൈ ആകുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം. വീട്ടിൽ രാവിലത്തെ പണികൾ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാനിപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഫേസിൽ ഇടാതെ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് റിസൾട്ട് കാണണമല്ലോ. അപ്പോൾ കണ്ട അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ്. ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. വാഷ് ചെയ്യുന്നത് കാണിച്ചില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. പറയാതിരിക്കാൻ വയ്യ, നല്ല ഒരു പാക്കാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എന്താണ് റിസൾട്ട് എന്നുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, സീ യു.